അങ്ങനെ റിസൾട്ടുകൾ വന്നു. എല്ലാവരും നല്ല ആഹ്ലാദത്തിലൊക്കെയാണ്. UDF 3 താമര വിരിഞ്ഞ BJP. പക്ഷേ പാലക്കാട്ടുകാരെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയത് ശോഭാ സുരേന്ദ്രൻ്റെ ആ പതനം തന്നെയാണ്. കാരണം പാലക്കാട്ടിലെ എല്ലാവരും വിചാരിച്ചത് ആ മഹതി വിജയിക്കുമെന്ന് തന്നെയാണ്. അന്നും എന്നും ഞാൻ പണ്ടും ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു, രാഷ്ട്രീയം നോക്കിയല്ല ശോഭാ സുരേന്ദ്രനെ വോട്ട് ചെയ്യേണ്ടത്. കാരണം അവർ രാഷ്ട്രീയത്തിനും അതീതമാണ്. അവരുടെ ശബ്ദം ആ നിയമസഭയിൽ മുഴങ്ങുമെങ്കിൽ അത് പാലക്കാടിന് ഒരു നല്ല അനുഗ്രഹം തന്നെയായിരുന്നു. അത് നമ്മൾ കൊണ്ടുപോയി കുളിച്ചു. ഇനി എന്ത് എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ് പാലക്കാട്ടുകാരുടെ മുമ്പിൽ. കാരണം UDF ഭരണം ഇനി ഒന്നാമത്തെ കാര്യം അത് എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ പാലക്കാട്ടെ പിഷാരടി എത്രത്തോളം പാലക്കാടിന് വേണ്ടി ചെയ്യാൻ പറ്റും എന്ന് പാലക്കാട്ടുകാരൊന്ന് ചിന്തിച്ചാൽ നന്നായിരുന്നു. നിയമസഭയിൽ പോയിട്ട് ഒരക്ഷരം മിണ്ടാതെ ഇരിക്കാൻ അല്ല പിഷാരടിയെ നമ്മളെന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ ചില ഹിന്ദുക്കളും സുഡാപ്പികളും നസ്രാണികളും കൂടി തിരഞ്ഞെടുത്തത്. പാലക്കാട് ഉണ്ടായത് ഒരു ബിരിയാണിക്കാരനെ പിടിച്ച് ഡമ്മി ഫിഗറാക്കിയിട്ട് ഷാഫി പറമ്പലിൻ്റെ ബിനാമിയാക്കിയിട്ട് ഇവിടെ നിർത്തുകയും കുറേ സുഡാപ്പി വോട്ടും ഇടതുപക്ഷ വോട്ടും ഒക്കെ മാറ്റി മറിച്ച് UDF കൊടുത്ത് ഇത് പറയുമ്പോൾ നിങ്ങൾ പറയും ഇതൊക്കെ വെറുതെ പറയാണ്. ഇതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് മാത്രമല്ല, മഞ്ചേശ്വരത്തും ഒക്കെ തന്നെ സംഭവിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ശ്രീധരനെ തോൽപ്പിച്ചതും ഈ പ്രകാരം തന്നെയാണ്. പാലക്കാട് വികസനം വരാൻ പാടില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ഹിന്ദു യൂസ്ലെസ്സുകളും മാപ്പിളാർ പ്രത്യേകിച്ചും നസ്രാണികളും പാലക്കാട് ഒരു വികസനം വരരുത്, പാലക്കാട് ഇങ്ങനെ തന്നെ പോകണം എന്ന് വിചാരിച്ച് നടന്ന അവർ ജയിച്ചിരിക്കുന്നു. പക്ഷേ ഈ വിജയം കുറച്ച് കാലം ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ നാടകം കളി കുറച്ച് കാലം ഉണ്ടാവുള്ളൂ. സങ്കടത്തോടുകൂടി പറയുകയാണ്, രാഷ്ട്രീയമല്ല പറയണത്. പാലക്കാടിൻ്റെ വികസനം അത്യാവശ്യമായിരുന്നു. അത് കളഞ്ഞു കുളിച്ചു ഞാനടക്കമുള്ള പാലക്കാട്ടുകാർ. ബംഗാളിൽ നോക്കൂ, അടിച്ചമർത്തപ്പെട്ട ഒരു ജനത ഉയർത്തെഴുന്നേറ്റു. ഇനി അവർക്കൊരു തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അവർക്കൊരു സ്വർഗരാജ്യം കിട്ടിയിരിക്കുന്നു. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ അവരത്രയും അടിമപ്പണിയും എല്ലാം ചെയ്തിട്ട് ഇവിടേക്ക് വന്ന് ഇവിടുത്തെ ചപ്പാത്തി പരത്തലും പൊറോട്ട അടിക്കലും മറ്റേ പണിയും ഈ പണിയൊക്കെ ചെയ്തിട്ട് അവരിവിടെ കഷ്ടപ്പെടുകയായിരുന്നു. ഇനി അത് അവർക്ക് വേണ്ട. ഇതിലിപ്പോൾ ഇനി നമ്മൾ ബംഗാളിലേക്ക് പോകേണ്ടി വരും. നമ്മൾ അന്യ പ്രദേശങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും. ഇവിടുത്തെ ജൻസി എന്ന സോ കോൾഡ് ജൻസികൾ ഇനി അല്ലെങ്കിൽ കുറെണ്ണം പോയി, ഇനി പൂവന്നെ ചെയ്യണം. ഇവിടെ ഇനി ഒരു ഡെവലപ്മെൻറ്റ് ഇവിടെ. കാരണം എന്താ വെച്ചാൽ ഇനി സെൻട്രലിൽ നിന്ന് ഒരു നയാ പൈസ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അൺലെസ് ഓർ അതർവൈസ് നമുക്ക് അത്രയും ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രം അവിടെ പോയി ഈ കഴുതകൾ സതീശൻ ആൻഡ് പാർട്ടീസ് അവിടെ പോയി കെഞ്ചണ്ടി വരും, പിച്ചക്കാരെ പോലെ. എന്നാൽ തന്നെ വല്ല നക്കാപ്പിച്ച കിട്ടിയാൽ കിട്ടി. എന്തൊക്കെയാണെന്ന് ഇവർ പറഞ്ഞിരിക്കണത്, മറ്റേ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ ഫ്രീ, പിന്നെ കുട്ടികൾക്ക് ഒക്കെ കഞ്ചാവ് വലിക്കാനൊക്കെ 1000 രൂപ കൊടുക്കും എന്നൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ KSRTCയിലത്തെ ഇപ്പോൾ എൻ്റെ തൊട്ട വീട്ടിൽ KSRTC ഉദ്യോഗസ്ഥനാണ്. അയാളിപ്പോൾ നെഞ്ചത്ത് കൈവച്ചിരിക്കുക. അല്ലെങ്കിൽ അവർക്ക് ശമ്പളം
നല്ല കേസ് നോക്കിയിട്ടേ കിട്ടുന്നുള്ളൂ ഇത്ര. ഇനിയിപ്പോൾ അതും കൂടി ഇല്ലാണ്ടായി. എവിടുന്ന പോയി കാശ്? സതീശൻ പാർട്ടിക്ക് കാശ് മറ്റേ ഇതൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കാരണം 10 കൊല്ലമായില്ലേ, ഒന്നും ഒരു ഇതും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഇനി 10 കൊല്ലം ഇതിൽ പാപ്പറായിട്ട് നിൽക്കുക. പാപ്പരല്ല, അവരുടെ കുറച്ച് കാശ് കുറവായിരുന്നല്ലോ. ഇനിയിപ്പോൾ അത് ഉണ്ടാക്കണ്ടേ? ഇനിയിപ്പോൾ അതപ്പോൾ കുഞ്ഞാപ്പാൻ പാർട്ടീസ് ഇതപ്പോൾ മറ്റേ ആഭ്യന്തരം വേണം, വിദ്യാഭ്യാസം വേണം, പൊതുമരാമത്ത് വേണം, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആവണം ഒക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. കുഞ്ഞാപ്പ അന്നേ പറഞ്ഞു നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിൽ ഞങ്ങളുടെ ഒരാളെ കയറ്റുന്നു, കാരണം അവിടുത്തെ ഇപ്പോൾ MLA മാപ്പിളയാണല്ലോ. അപ്പം ഇനി നോക്കിക്കോളൂ. ഒന്നാമത് നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ 4 ചുറ്റും സുഡാപ്പികളാണ്. ഗുരുവായൂരാണെങ്കിലും ശരി, തിരുനാവായാണെങ്കിലും ശരി, കാടാമ്പുഴയാണെങ്കിലും ശരി, എവിടെ വേണമെങ്കിൽ നോക്കിക്കോളൂ, ഒരു 4 ചുറ്റും സുഡാപ്പികളായിരിക്കും. അവരെല്ലാം കൂടി ഒരു ദിവസം അങ്ങോട്ട് കയറി അങ്ങോട്ട് മെയ്യുമ്പോഴും നമ്മൾ പഠിക്കില്ല. നോക്കിക്കോളൂ, ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടുത്തെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡ് കാണില്ല. എന്നിട്ടും നമ്മൾ പഠിക്കാതെ നമ്മൾ ചിരച്ച് നടക്കേണ്ടി വരും. ചിരച്ചിട്ട് ഇനി കലിമ ചെല്ലാൻ പഠിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ തലയും പോകും. ഇനി നമശിവായ നാരായണായ നമ ചെല്ലണ്ട, ഇനി കലിമ ചെല്ലാൻ പഠിച്ചാൽ മതി. അത്ര അതപ്പതിച്ചു നമ്മൾ ഹിന്ദുക്കൾ, അത്ര അതപ്പതിച്ചു നമ്മൾ ഹിന്ദുക്കൾ. കേൾക്കുന്നുണ്ടോ? അതപ്പതിച്ചു. ഈ അതപ്പതനം ഇപ്പം എനിക്കൊക്കെ 65, 66 വയസ്സ് ആയി. ഇനിയിപ്പോൾ വന്നാലും പോലെ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ വളർന്നു വരുന്ന കുറേ ഇപ്പോഴത്തെ പിന്നെ പുതിയൊരു തലമുറയും ഒക്കെ ഉണ്ടല്ലോ. വാതിലിങ്ങനെ ഒരു മുട്ട് വെക്കും, തുറന്നിട്ട് കുട്ടികളെ കൂടെ കൊണ്ടുപോയിട്ടുള്ളൂ. അല്ലെങ്കിൽ കലിമ ചെല്ലാൻ പറയും, അറ്റും ചെത്തും തലയും ചെത്തും. അപ്പോഴും നമ്മൾ ഇങ്ങനെ തുള്ളിച്ചാടും അവർക്ക് വേണ്ടിയിട്ട്. അത്രേ പറയുള്ളൂ. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾക്കൊക്കെ ഒരുമിച്ച് ഇരിക്കാനുള്ള ഒരു കോപ്പുണ്ടാക്കാൻ എല്ലാവരും ഒന്ന് മനസ്സ് വയ്ക്കുക. അല്ലെങ്കിൽ നമ്മുടെ കാര്യം ഗോവിന്ദ ഗോവിന്ദ.